ഖലീഫ മലയാളം മൂവി റിവ്യൂ. ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ പൃഥ്വിരാജ് സുകുമാരന്റെ ഏറ്റവും പുതിയ ചിത്രം ഖലീഫ് കണ്ടു. വൈശാഖ് സംവിധാനം ചെയ്ത് ജിനു വി എബ്രഹാം തിരക്കഥ ഒരുക്കിയ ഈ സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം നീൽ മുകേഷ്, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട്. മോഹൻലാലും ടൊവിനോ തോമസും ചിത്രത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. അപ്പോൾ ഖലീഫ ശരിക്കുമൊരു മാസ് വിരുന്നാണോ, അതോ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത സിനിമയാണോ? നോക്കാം. സ്പോയിലറൊന്നും പറയുന്നില്ല. സിനിമയുടെ കഥ പ്രധാനമായും ആമിർ അലി എന്ന കഥാപാത്രത്തെയും മാമ്പറക്കൽ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. സ്വർണ്ണക്കടത്ത്, കുടുംബ ബന്ധങ്ങൾ, പ്രതികാരം, പവർ ഗെയിംസ് എന്നിവയാണ് കഥയുടെ പ്രധാന ഘടകങ്ങൾ. ആമിർ അലി എങ്ങനെയാണ് ഈ ക്രിമിനൽ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്, അതിന് പിന്നിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് സിനിമയുടെ പ്രധാന ഭാഗം. കഥയിൽ ചില ട്വിസ്റ്റുകളും പാസ്റ്റ്-പ്രസന്റ് നരേഷനും വരുന്നുണ്ട്. പക്ഷേ കഥയുടെ അടിസ്ഥാന ആശയത്തിൽ വലിയ പുതുമ പ്രതീക്ഷിക്കുന്നവർക്ക് ചെറിയ നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജിന്റെ ആമിർ അലി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കഥാപാത്രത്തിന്റെ ആറ്റിറ്റ്യൂഡ്, സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈലിംഗ്, ആക്ഷൻ സീക്വൻസസ് ഇതെല്ലാം പൃഥ്വിരാജ് വളരെ കോൺഫിഡൻ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീൻസിൽ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് നല്ല ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. നീൽ മുകേഷും ഷമ്മി തിലകനും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന് കൂടുതൽ ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടാവും. ആക്ഷൻ പ്ലസ് ടെക്നിക്കൽ. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡ്. ഇവിടെ വൈശാഖിൻ്റെ മേക്കിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആക്ഷൻ സീക്വൻസസ്, പ്രൊഡക്ഷൻ ഡിസൈൻ, സിനിമാറ്റോഗ്രാഫി എല്ലാം വലിയ സ്കെയിലിലാണ് ഒരുക്കിയിരിക്കുന്നത്. ജേക്സ് ബിജോയുടെ BGM ആണ് മറ്റൊരു ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ആക്ഷൻ പോർഷൻസിൽ BGM നല്ലൊരു മാസ് ഫീൽ നൽകുന്നുണ്ട്. ജോമോൻ ടി ജോണിൻ്റെ വിഷ്വൽസ് സിനിമയുടെ വലിയ സ്കെയിൽ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ സിനിമയുടെ ആക്ഷൻ പോർഷൻസ് കൂടുതൽ എൻജോയബിളായി തോന്നാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ്സ്. പക്ഷേ സിനിമയ്ക്ക് ചില പ്രധാന പ്രശ്നങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം സ്ക്രീൻ പ്ലേയിൽ പുതുമ കുറവാണ്. ഗോൾഡ് സ്മഗ്ലിംഗ്, റിവെഞ്ച്, ഫാമിലി ഡ്രാമ, പവർ സ്ട്രഗിൾ ഇതെല്ലാം മലയാള സിനിമയിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ള എലമെൻസാണ്. ചില ഭാഗങ്ങളിൽ സിനിമ പ്രെഡിക്റ്റബിളായി തോന്നുന്നുണ്ട്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലും കുറച്ചുകൂടി ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് കൂടുതൽ ശക്തമായേനെ. അതുകൊണ്ട് സ്റ്റോറിയിൽ പുതുമയും വലിയ സർപ്രൈസ് ഫാക്ടറും പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് സിനിമ ആവറേജായി തോന്നിയേക്കാം. ക്യാമിയോസ് പ്ലസ് വേർഡിക്റ്റ്. പിന്നെ സിനിമയിലെ ക്യാമിയോ അപ്പിയറൻസസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടാൻ പോകുന്ന മറ്റൊരു കാര്യം. മോഹൻലാലിൻ്റെയും ടൊവിനോയുടെയും സാന്നിധ്യം തിയേറ്ററിൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗങ്ങളിലെ സ്റ്റാർ പ്രസൻസ് പ്രേക്ഷകർക്ക് വലിയ ആഘോഷമാകാൻ സാധ്യതയുണ്ട്. അവസാനമായി എൻ്റെ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ, ഖലീഫ ഒരു പെർഫെക്റ്റ് സിനിമയല്ല. പക്ഷേ നല്ല ആക്ഷൻ, സ്റ്റൈലിഷ് പ്രസൻറ്റേഷൻ, പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ്, BGM, വലിയ സ്കെയിൽ മേക്കിംഗ് എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ തിയേറ്ററിൽ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. എൻ്റെ റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5. നിങ്ങൾ ഖലീഫ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്